സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായിട്ടും ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാനാകാതെ കോൺഗ്രസ് ഗ്രൂപ്പ് വിഭജനം വഴിമുട്ടി. കെപിസിസി പ്രസിഡന്റിന്റെ അന്ത്യശാസനം ഉണ്ടായിട്ടും തുടർച്ചയായ മൂന്നാം ദിവസവും എഐ ഗ്രൂപ്പുകളുടെ തർക്കത്തെ തുടർന്ന് സീറ്റ് വിഭജനത്തിൽ തീരുമാനമാകാതെ അലസിപ്പിരിഞ്ഞു. അതേസമയം ഒറ്റയ്ക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് 9 സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസിന് 34 സീറ്റുള്ളതിൽ ഐ ഗ്രൂപ്പിന് കൂടുതൽ സീറ്റ് നൽകാമെന്നായിരുന്നു ആദ്യമുണ്ടായ ധാരണ. ഇതുപ്രകാരം 20 സീറ്റ് ഐ ഗ്രൂപ്പിന് വേണമെന്ന ആവശ്യമുയർന്നു. എന്നാൽ 17 സീറ്റുകൾ വീതം തുല്യമായി വിധിച്ചാൽ മതിയെന്ന് ഡിസിസി പ്രസിഡന്റ് സത്യശീലൻ നിലപാടെടുത്തതോടെയാണ് തർക്കമായത്. തുടർച്ചയായ മൂന്നാം ദിവസവും യോഗം തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. എ ഗ്രൂപ്പ് നേതാവ് ജോർജ് ഡി കാട്ടിലിന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ നിന്ന് കെ.സി. രാജന്റെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് ഇറങ്ങിപ്പോയി. അതേസമയം രാവിലെ തന്നെ തർക്കം പരിഹരിക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ സത്യശീലന് അന്ത്യശാസനം നൽകി. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒന്നിലേറെ സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സത്യശീലൻ മറുപടി പറയേണ്ടി വരുമെന്നും കെപിസിസി പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം 15 ഡിവിഷനുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അറിയിച്ച മുസ്ലിം ലീഗ് 9 നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബാക്കിയുള്ള 6 ഡിവിഷനുകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് യൂനിസ് കുഞ്ഞ് പറഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.